ഔട്ട്സൈഡേഴ്സ് അധ്യായം 11. കഴുത്തിൽ ഒരു പാമ്പ് കുരുങ്ങിയതുപോലെയാണ് തോന്നിയത്. അവനത് ഊരിയെടുത്ത് ദൂരേക്കെറിഞ്ഞു. ചെന്നു വീണത് കോറിഡോറിലാണ്. ആ സമയത്താണ് ഡോക്ടർമാരുടെ വരവ്. കോറിഡോറിലേക്ക് വലിച്ചെറിഞ്ഞ ഗോൾഡ് മെഡൽ പ്രണേത കുനിഞ്ഞെടുത്തു. അവൾ അവിനാശിന്റെ മുറിയിലേക്ക് ചെന്നു. പിറകെ മറ്റുള്ളവരും. ഇതെന്തിനാണ് വലിച്ചെറിഞ്ഞത്? പ്രണേത ചോദിച്ചു. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവിനാശ് പിറുപിറുത്തു. അവർ പരസ്പരം മിഴിച്ചു നോക്കി. നീ ഒരു ജീനിയസ് തന്നെ, സമ്മതിച്ചു. പക്ഷെ ഇത്രയും ഓവർ ആവേണ്ടിയിരുന്നില്ല. ഗോൾഡ് മെഡലൊക്കെ നിനക്കൊരു കാര്യവുമില്ലാത്ത വസ്തു തന്നെ, എന്നാൽ ഞങ്ങൾക്ക് അത് അമൂല്യമാണ്. പ്രണേതയുടെ കയ്യിലുള്ള ഗോൾഡ് മെഡൽ ശ്രദ്ധിച്ചുകൊണ്ട് അഭിഷേക് പറഞ്ഞു. മറ്റുള്ളവരുടെ മുഖഭാവങ്ങളും അത് ശരിവെക്കുന്ന വിധത്തിലാണുള്ളത്. പക്ഷേ അവിനാശിന് വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ല. ഗോൾഡ് മെഡലിനോട് ഇവരൊക്കെ കാട്ടുന്ന വൈകാരികത അവിനാശിന് ഒട്ടും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. കുറച്ചു പൈസ കൊടുത്താൽ ഇതുപോലുള്ള എത്ര വേണമെങ്കിലും കിട്ടും. നിസാരമായ വിധത്തിൽ അവിനാശ് അറിയിച്ചത് പ്രണേതയെ ചൊടിപ്പിച്ചു. പൈസ കൊടുത്താൽ ഗോൾഡ് കിട്ടും, പക്ഷെ ഇത് കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണം. പ്രണേത ശാസനാഭാവത്തിൽ പറഞ്ഞു. ശരി, എന്തോ ആവട്ടെ, നിനക്ക് വേണമെങ്കിൽ അതെടുത്തു കൊണ്ടുപോയിക്കോളൂ, അവിനാശ് ചിരിച്ചുകൊണ്ട് അറിയിച്ചു. അവൾ അത് അത്ര ശ്രദ്ധിക്കാതെ ഷെൽഫിൽ കൊണ്ടുവച്ചു. ഇവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവർ തന്റെ മുൻപിൽ അഭിനയിക്കുകയാണോ? അല്ല. ഇതാരുടേതാണ് വിസിറ്റിംഗ് കാർഡ്? പ്രണോയ് അന്വേഷിച്ചു. അവിനാശിന്റെ കയ്യിൽ നിന്നും കാർഡ് തട്ടിയെടുത്തു നോക്കി. പിന്നെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആർക്കും അവൻ ആർത്തു ചിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ല. മുഹമ്മദ് അൽ ഹുസൈൻ നൽകിയ കാർഡ് നോക്കി ചിരിക്കുന്ന പ്രണോയ്. അതിൽ ചിരിക്കാൻ മാത്രം എന്താണുള്ളത്? അഭിഷേക് തിരക്കി. ഇത് ബ്രേസർ കമ്പനിയുടെ ഫീൽഡ് എക്സിക്യൂട്ടീവിന്റെ വിസിറ്റിംഗ് കാർഡാണ്. അതിൽ നോക്കിക്കൊണ്ട് അഭിഷേക് അട്ടഹാസം മുഴക്കി. ഇവൻ എന്താ ചികിത്സയൊക്കെ വിട്ട് ബ്രേസർ കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കുകയാണോ? വിവേക് സംശയം പ്രകടിപ്പിച്ചു. ഇവരൊക്കെ ചേർന്ന് തന്നെ കബളിപ്പിക്കുകയാണ്. അവിനാശ് മുഖം വീർപ്പിച്ചു. ഷാഹിനയ്ക്ക് വാങ്ങിക്കൊടുക്കാനാണോ അതോ ജാസ്മിനോ? എന്തായാലും അവർക്ക് വലിയ സൈസ് തന്നെ നോക്കി വാങ്ങിക്കണം കേട്ടോ, അഭിഷേക് ചിരി അടക്കാതെ പറഞ്ഞു. പ്രണേതയ്ക്കാണെങ്കിൽ ചെറിയ സൈസ് മതി, വിവേക് അഭിപ്രായപ്പെട്ടു. പ്രണേത ലജ്ജയോടെ വിവേകിനെ തല്ലാൻ കൈയോങ്ങി. അവൻ ഒഴിഞ്ഞുമാറി. നിർത്തുന്നുണ്ടോ? അവിനാശ് ഒച്ചയിട്ടു. എല്ലാവരുടെയും ചിരി അടങ്ങി. നിങ്ങൾക്കൊക്കെ കിറുക്ക് പിടിച്ചോ? ഞാൻ ആകെ കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഒരു ചിരിയും കൂത്തും. അവിനാശ് പെറുപെറുത്തു. സൈസിന്റെ കാര്യത്തിലാണോ കൺഫ്യൂഷൻ? പ്രണോയ് ഗൗരവത്തോടെ ചോദിച്ചു. വീണ്ടും പൊട്ടിച്ചിരി. എല്ലാവരും ശല്യപ്പെടുത്താതെ ഒന്നിറങ്ങിപ്പോവൂ, അല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടും, അവിനാശ് ഗൗരവത്തിൽ പറഞ്ഞു. ഞങ്ങൾ ശല്യം ചെയ്യാൻ വന്നതൊന്നുമല്ല, നാളത്തെ നിന്റെ ഡ്യൂട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്, പ്രണേത സൂചിപ്പിച്ചു. ഡ്യൂട്ടിയോ? അവിനാശ് നെറ്റി ചുളിച്ചു. സ്വന്തം ഡ്യൂട്ടി മറന്നുപോയോ? പ്രണോയ് പരിഹസിച്ചു. നാളെ കാലത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ട്. അത് ചെയ്യേണ്ടത് നീയാണ്. ഓർമ്മിപ്പിക്കാൻ എത്തിയതാണ് ഞങ്ങൾ. നീ മറക്കുമെന്നറിയാം, അതുകൊണ്ടാണ് വന്നത് തന്നെ. പ്രണോയ് അതും പറഞ്ഞ് വെളിയിലേക്കിറങ്ങി. പിന്നാലെ മറ്റുള്ളവരും നീങ്ങി. അവിനാശ് പകച്ചു. ഇതാ വേറൊരു കുരുക്കുകൂടി. തലയിൽ പെരുപ്പ് കയറുന്നത് പോലെ. എന്താ ഒരു മാർഗം? അവിനാശ് വാട്ടർ ബോട്ടിലിന്റെ അടപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. സിഗരറ്റ് എടുത്ത് പുകച്ചു. മറ്റു കാര്യങ്ങളൊക്കെ വിസ്മരിച്ചു. സത്യാവസ്ഥ വെളിപ്പെടുത്തി രാത്രിയിൽ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടാലോ? അതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇത് മറ്റു കളി പോലെയല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ചുകൊണ്ടുള്ള അപകടകരമായ ജോലിയാണ്. ഒന്നു പിഴച്ചാൽ രോഗി മരിക്കും. താൻ ജയിലിനകത്താവുകയും ചെയ്യും. ഓർത്തപ്പോൾ ശരീരം വിറച്ചു. തന്നെ ജയിലഴിക്കുള്ളിലെത്തിയാൽ മറ്റാരെങ്കിലും ബോധപൂർവം ശ്രമിക്കുകയാവുമോ? മുഹമ്മദ് അൽ ഹുസൈൻ ആവാൻ തരമില്ല. പിന്നെ ആര്? ഇർഷാദ് ലത്തീഫ് ആകുമോ ഇതിനു പിറകിൽ? അവന് തന്നോട് പകയുണ്ടാവും. പോരെങ്കിൽ മുഹമ്മദ് അൽ ഹുസൈനും തന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. അവിനാശ് പുക വലിച്ചൂതി വിട്ടു. സന്ധ്യ കഴിഞ്ഞു. മുറിയിൽ ഇരുട്ട് പരന്നിട്ടും ലൈറ്റ് ഓൺ ചെയ്തില്ല. ഏറെ നേരം കഴിഞ്ഞു കാണും. നേർത്ത നീലപ്രകാശം മുറിയിൽ അരിച്ചിറങ്ങി പടർന്നു. വെളിയിൽ കൊലുസിന്റെ കിലുക്കം. അവിനാശ് വാതിലിനരികെ നോക്കി. അനാമിക. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. വരൂ, അവിനാശ് ക്ഷണിച്ചു. അനാമിക മടി കൂടാതെ കയറി
വന്നു. എന്താ വിഷമിച്ചിരിക്കുന്നത്? അവൾ തിരക്കി. ഒന്നുമില്ല, അവിനാശ് വിഷാദഭാവത്തിൽ പറഞ്ഞു. അല്ല, എന്തോ കുഴപ്പം പിടിച്ച മട്ടുണ്ട്. എന്നോട് പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ? അനാമിക ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. അവിനാശ് ഒഴിഞ്ഞു മാറുകയാണ്. എനിക്കറിയാം, നാളത്തെ ഓപ്പറേഷനെ കുറിച്ചല്ലേ ആലോചിക്കുന്നത്? അനാമികയുടെ ചോദ്യം. അവിനാശ് തെല്ലൊരത്ഭുതത്തോടെ അവളെ നോക്കി. അതെങ്ങനെ നിനക്കറിയാം? അവിനാശ് ഞെട്ടലോടെ അന്വേഷിച്ചു. ഓപ്പറേഷനു വേണ്ടി കിടക്കുന്നയാളിന്റെ അരികിൽ നിന്നുമാണ് ഞാൻ വരുന്നത്, അനാമിക വെളിപ്പെടുത്തി. അനാമിക അവന്റെ അരികിൽ ചേർന്ന് നിന്നു. എനിക്കൊന്നും അറിയില്ല അനാമിക, ഞാൻ ആകെ തകർന്ന നിലയിലാണുള്ളത്, അവിനാശ് തുറന്നു പറഞ്ഞു. എന്താ കാര്യം? ഞാൻ ഡോക്ടറൊന്നുമല്ല, കപ്പലിലെ ഒരു തൊഴിലാളിയായ ഞാൻ ഇവിടെ അകപ്പെട്ടു പോയതാണ്. അനാമികയുടെ തോളിൽ തലചായ്ച്ച് അവിനാശ് വിതുമ്പി. അവൾ അവിനാശിന്റെ മുഖം പിടിച്ചുയർത്തി. അനാമികയുടെ മുഖത്ത് ഒരു തമാശ കേട്ട മട്ടിലുള്ള ചിരിയാണുള്ളത്. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാകുന്നില്ലേ? അവിനാശ് ദയനീയമായി ചോദിച്ചു. ആര് പറഞ്ഞു നീ ഷിപ്പ് വർക്കർ ആണെന്ന്? അനാമിക പുരികം ചുളിച്ചു. ആരും പറഞ്ഞതല്ല, അതാണ് സത്യം. അങ്ങനെ സ്വയം തീരുമാനിച്ചാൽ അതാകുമോ? അനാമിക പ്ലീസ്, അവിനാശ് കെഞ്ചി. അവൾ അവിനാശിനെ ശരീരത്തോട് ചേർത്തു. അവന് എന്തെന്നില്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു. നീയും ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നിന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, പഠിച്ചു വലിയ ഡോക്ടറാവുക എന്നത്. നീ ഡോക്ടറും ഞാൻ രോഗിയുമായി കളിച്ചതോർക്കുന്നുണ്ടോ? എന്റെ നെഞ്ചിൽ കൈവച്ച് നോക്കി ഹൃദയമിടിപ്പ് എണ്ണിയതും മറ്റും ഞാൻ മറന്നിട്ടൊന്നുമില്ല. ശരിക്കും അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ രോഗിയും നീ ഡോക്ടറുമായി. എന്റെ മരണത്തിനു ശേഷം നീ പിന്നെ മറ്റൊന്നിലും ശ്രദ്ധിച്ചില്ല. പൂർണ്ണ സമയവും പഠിത്തം. അനാമിക അവന്റെ ശരീരത്തിൽ തഴുകിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവിനാശ് അതൊക്കെ മൂളിക്കേട്ടു. അവൾ പറയുന്നതെല്ലാം സത്യമാണ്. അനാമിക കളവ് പറയില്ല. ഓർമ്മകളിൽ ചിലതൊക്കെ കടന്നു വരുന്നു. രാവും പകലും ഭേദമില്ലാതെ നീ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുറിയിലെ ജനാലയ്ക്കരികെ വന്ന് നിന്നെ കാണാറുണ്ടായിരുന്നു കൊതിയോടെ. അന്നെനിക്ക് നിന്റെ മുന്നിൽ ഇതുപോലെ വന്നെത്താൻ കഴിയുമായിരുന്നില്ല, അനാമിക തുടർന്നു. അവിനാശ് പാലപ്പൂവിന്റെ ഗന്ധമുള്ള അനാമികയുടെ ശരീരത്തിൽ നിന്നും അടർന്നു മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല. സ്വർണ്ണ മെഡലോടെ മെഡിക്കൽ ബിരുദം നേടിയ ദിവസം നിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാനും എത്തിയിരുന്നു. ആ ചടങ്ങിൽ വച്ച് നീ എന്നെ ഓർമ്മിച്ചു. എല്ലാവർക്കും മുന്നിൽ വച്ച് നിന്നിലൂടെ ഞാൻ അറിയപ്പെട്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനവും. അനാമികയുടെ സ്വരം നേർത്തു. അവിനാശിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവിനാശ്, അനാമിക വിളിച്ചു. അവിനാശ് മൂളി. കരയുകയാണോ? അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി. വിരലുകൾ കൊണ്ട് കണ്ണീര് തുടച്ചു. അവിനാശ് മെല്ലെ അവളുടെ കവിളിലും ചുണ്ടിലും അമർത്തി ചുംബിച്ചു. അനാമിക പതിയെ അവനിൽ നിന്നും അകന്നു മാറി. അവൾ ഒരു മെഴുകുതിരി കൊളുത്തി ടേബിളിൽ വെച്ചു. പിന്നെ ഷെൽഫിൽ നിന്നും മെഡിക്കൽ ബുക്കുകൾ എടുത്ത് അവിനാശിന്റെ മുന്നിലേക്ക് വെച്ചു. ഏകാഗ്രതയോടെ വായിക്കുക, മറ്റൊന്നും ചിന്തിക്കരുത്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, അവൾ പറഞ്ഞു. അവിനാശ് അനുസരിച്ചു. ബുക്ക് നിവർത്തി. വൈകിയ രാത്രി. പ്രണോയ് ഉറക്കം ഞെട്ടിയുണർന്നു. കിടക്കയിൽ നിന്നും എണീറ്റ് മേശപ്പുറത്തു നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കോറിഡോറിലേക്ക് നീങ്ങി. തൊട്ടപ്പുറത്താണ് അവിനാശിന്റെ ഫ്ളാറ്റ്. ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അരണ്ട മഞ്ഞ വെളിച്ചം മുറിക്കകത്തുണ്ട്. പ്രണോയ് സംശയത്തോടെ അങ്ങോട്ട് ചെന്നു. അകത്തേക്ക് നോക്കി. മേശപ്പുറത്ത് 4-5 മെഴുകുതിരികൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തറയിലും ടേബിളിലുമൊക്കെയായി പുസ്തകങ്ങൾ പാതി തുറന്ന് കമഴ്ത്തി വച്ചുമായി കിടപ്പുണ്ട്. ഉറക്കമിളച്ച് വായന തുടരുന്ന അവിനാശ് പ്രണോയ് അകത്ത് വന്നത് അറിഞ്ഞതേയില്ല. കറണ്ടുള്ളപ്പോൾ എന്തിനാണാവോ മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് കഷ്ടപ്പെട്ട് വായിക്കുന്നത്? പ്രണോയ് ചോദിച്ചു. അവിനാശ് തല ഉയർത്തി നോക്കി. പിന്നെ കണ്ണട ഊരി വെച്ചു. പ്രണോയ് മുറിയിലെ ലൈറ്റും ഫാനും ഓൺ ചെയ്തു. ഫാനിന്റെ കാറ്റിൽ മെഴുകുതിരികൾ അണഞ്ഞു. ടേബിളിൽ കുത്തിക്കുറിച്ചു വെച്ചിരിക്കുന്ന കടലാസുകൾ പാറിപ്പറന്നു. അവിനാശ് മറ്റാരെയോ അന്വേഷിക്കുന്നത് കണ്ടു. ആരെയാണ് തിരക്കുന്നത്? പ്രണോയ് സംശയത്തോടെ ചോദിച്ചു. ആദ്യം അവന്റെ ചോദ്യം അവിനാശ് ഗൗനിച്ചതേയില്ല. കിറുക്കു പിടിച്ചവനെ പോലെ തൊട്ടടുത്ത മുറികളിലുമൊക്കെ തിരിഞ്ഞ് വീണ്ടും പ്രണോയിയുടെ മുന്നിൽ വന്നു. പ്രണോയ് ചോദ്യം ആവർത്തിച്ചു. അനാമികയെ. അവിനാശ് അറിയിച്ചു. ആരാണത്? പ്രണോയ് സംശയിച്ചു. നിനക്കറിയില്ലേ അവളെ? ദേഷ്യത്തോടെ അവിനാശ് ചോദിച്ചു. അവൾ പോയി കാണും, അവിനാശ് സ്വയം വിശ്വസിപ്പിച്ചു. ആരാണ് അനാമിക? പ്രണോയ് വീണ്ടും അന്വേഷിച്ചു. എന്റെ പഴയ കൂട്ടുകാരി, അവിനാശ് ഓർമ്മപ്പെടുത്തി. അവൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുവെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പിന്നെങ്ങനെ അവൾ നിന്റെ അരികിലെത്തും? മരിച്ചവർക്കെന്താ തിരിച്ചു വന്നുകൂടെ?
ഉറക്കം ഒഴിഞ്ഞ് വായിച്ചതിനാൽ നീ പിച്ചും പേയും പറയുകയാണ്. ഞാൻ കിടക്കാൻ പോവുകയാണ്. പ്രണോയ് തിരിഞ്ഞു നടന്നു. നിൽക്ക്. അവിനാഷ് അവനെ തടഞ്ഞു. എനിക്ക് ബുദ്ധിഭ്രമം ഒന്നുമില്ല. ഒരാൾ മരിച്ചാൽ അയാൾ എന്നേക്കുമായി ഇല്ലാതായി തീരുമെന്ന നിങ്ങളുടെയൊക്കെ കൺസെപ്റ്റ് അല്ല എന്റേത്. ഞാൻ ഒരു ഭൗതികവാദിയുമല്ല. അവിനാഷ് ഓർമ്മിപ്പിച്ചു. ഞാൻ സമ്മതിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. പ്രണോയ് അതും പറഞ്ഞ് വേഗത്തിൽ അവന്റെ മുന്നിൽ നിന്നും നീങ്ങി. കാലത്ത് അവിനാഷ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി ചെന്നു. അധ്യായം 12. ഓപ്പറേഷൻ തിയേറ്റർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. തിയേറ്ററിനകത്ത് ഹാജരായിരിക്കുന്ന സ്റ്റാഫുകൾ അഭിവാദ്യം ചെയ്തു. അവിനാഷ് പുഞ്ചിരിച്ചു. ഓപ്പറേഷൻ ടേബിളിൽ അനസ്തേഷ്യ കൊടുത്ത് മയക്കിക്കിടത്തിയിരിക്കുന്ന പേഷ്യന്റ്. കൊറോണറി ബൈപ്പാസ് സർജറിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. വളരെ സങ്കീർണവും ഗൗരവമേറിയതുമായ മേജർ ഓപ്പറേഷനാണത്. ഈ ലോകം അപരിചിതമല്ല. അവിനാഷ് മനസ്സിലാക്കി. ഒരുപാട് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരാളിന്റെ കൈത്തടക്കത്തോടെയാണ് അവിനാഷ് ശസ്ത്രക്രിയാ ടേബിളിന് മുന്നിൽ നിന്നിരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ അവിനാഷിനെ കൂടാതെ 2 അസിസ്റ്റന്റ് സർജന്മാരും അനസ്തറ്റിസ്റ്റും അനസ്തേഷ്യൻ മെഷീൻ ഓപ്പറേറ്ററും ഹാർട്ട് ലങ് മെഷീൻ ഓപ്പറേറ്ററും 2 നഴ്സുമാരുമടക്കം 8 പേരുണ്ടായിരുന്നു. അവിനാഷ് പച്ച നിറത്തിലുള്ള ഓപ്പറേഷൻ ഡ്രസ് അണിഞ്ഞു. ഗ്ലൗസ് വലിച്ചു കയറ്റി. അസിസ്റ്റന്റ് സർജന്മാർ ബൈപ്പാസിന് വേണ്ടുന്ന ഡ്രാഫ്റ്റ് പേഷ്യന്റിന്റെ കൈത്തണ്ടയിലെ രക്തക്കുഴലുകളിൽ നിന്നും കീറിയെടുത്തു. പേഷ്യന്റിന്റെ ഹാർട്ടിൽ 2-3 ബ്ലോക്ക് ഉണ്ട്. പേഷ്യന്റിന്റെ കൈത്തണ്ട തുറന്ന് റേഡിയൽ ആർട്ടറി എടുത്ത് അവിടം സ്റ്റിച്ച് ചെയ്തു. ഇതേ സമയത്താണ് നെഞ്ചു തുറന്നുള്ള സർജറി നടത്താൻ അവിനാഷ് ഒരുങ്ങിയത്. രോഗിയുടെ നെഞ്ചിനു മുകളിൽ നിന്ന് താഴേക്ക് തൊലി മുറിച്ച് തുറന്നു. പിന്നെ നെഞ്ചിന് നടുവിലെ എല്ല് മുറിച്ച് ഇരുഭാഗത്തേക്കും വാരിയെല്ലുകൾ അകത്തി. പ്രത്യേക സ്റ്റീൽ ക്ലാമ്പുകൾ വച്ച് ഉറപ്പിച്ചു. തുറന്നകത്തിരിക്കുന്ന വാരിയെല്ലുകൾക്കകത്ത് സ്പന്ദിക്കുന്ന ഹൃദയം തൊടാവുന്ന വിധത്തിൽ തുറന്നിരുന്നു. ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ. രോഗിയുടെ ശ്വാസകോശവും ഹൃദയവും താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നെ അതിന്റെ പ്രവർത്തനം ഹാർട്ട് ലങ് മെഷീനാണ് നിർവഹിച്ചിരുന്നത്. ഹൃദയധമനിയിൽ എവിടെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് നേരത്തെ നിർണയിച്ചിരുന്നു. ആ ധമനിയുടെ തുടക്കത്തിൽ നിന്ന് ബ്ലോക്കിനപ്പുറത്തേക്ക് പുതിയൊരു രക്തക്കുഴൽ വച്ചു പിടിപ്പിച്ചു. നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ഡ്രാഫ്റ്റാണ് ഇങ്ങനെ വച്ചു പിടിപ്പിച്ചത്. എല്ലാ പ്രധാന ബ്ലോക്കുകൾക്കും ഇങ്ങനെ ബൈപ്പാസ് വെച്ച് പിടിച്ചതോടെ സർജറിയുടെ മുഖ്യ പങ്ക് കഴിഞ്ഞു. തുടർന്ന് ഹാർട്ട് ലങ് മെഷീനിൽ നിന്നും ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം തിരികെ അതത് അവയവങ്ങൾക്ക് നൽകി. വാരിയെല്ലുകൾ അകത്തി വച്ചിരിക്കുന്ന ക്ലാമ്പുകൾ നീക്കി നെഞ്ചടച്ച് തുന്നിക്കെട്ടി. തുടർന്ന് പേഷ്യന്റിനെ പ്രത്യേക ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി. അവിനാഷ് ദീർഘനിശ്വാസം വിട്ടു. ഡ്യൂട്ടി റൂമിൽ ചെന്നു. അവിടെ പ്രണോയ് ഡോക്ടർ സത്യനാഥുമായി സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഓപ്പറേഷൻ എങ്ങനെയുണ്ട്? പ്രണോയ് അന്വേഷിച്ചു. വലിയ കുഴപ്പമില്ലായിരുന്നു. അവിനാഷ് ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അറിയിച്ചു. അവിനാഷ്, നിനക്ക് അല്പം മുൻപ് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. മറ്റെന്തോ ഓർത്ത മട്ടിൽ പ്രണോയ് പറഞ്ഞു. ആരാണ്? അവിനാഷ് സംശയിച്ചു. ആളാരാണെന്നൊന്നും പറഞ്ഞില്ല. പ്രണോയ് അതും പറഞ്ഞ് സത്യനാഥിനോടൊപ്പം മുറിക്ക് പുറത്തേക്ക് നീങ്ങി. ആരാവും വിളിച്ചത്? സംശയിക്കാനൊന്നുമില്ല. അത് മുഹമ്മദ് അൽ ഹുസൈൻ തന്നെയാവും. അയാൾക്ക് എന്തു മറുപടിയാണ് നൽകുക? വേണ്ട, തൽക്കാലം ഇപ്പോ ഒന്നും പറയേണ്ട. പിന്നീട് ആലോചിച്ച ശേഷം വേണ്ടുന്നത് ചെയ്യാം. അങ്ങനെ തീരുമാനിച്ചു. മുഹമ്മദ് അൽ ഹുസൈൻ പറയുന്നതും അമീർ അബ്ബാസിന്റെ ആരോപണങ്ങൾക്കുമിടയിൽ എന്തൊക്കെയോ താളപ്പിഴകളുണ്ട്. മുഹമ്മദ് അൽ ഹുസൈൻ തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. അയാൾ വില നൽകി വാങ്ങിയതാണത്രേ തന്റെ മെഡിക്കൽ ബിരുദം. താൻ അതൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വെറുതെ മനസ്സിനെ കുഴപ്പിക്കേണ്ട. രോഗക്കിടക്ക വിട്ട് എണീറ്റ ശേഷം ഷാഗിനിയെ കണ്ടിട്ടില്ല. ദിവസങ്ങളോളം വളരെ വേണ്ടപ്പെട്ട ഒരാളെന്ന നിലയിൽ തന്നെ ശുശ്രൂഷിച്ചിരുന്നതല്ലേ. അതിന്റെ നന്ദിയെങ്കിലും ചെന്ന് പറയണം. അതാണ് മര്യാദ. ഷാഗിനിയുടെ മുറിയിലേക്ക് ചെന്നു. അവളെ അവിടെ കണ്ടില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അല്പം മുൻപ് ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചുപോയെന്ന വിവരം കിട്ടി. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ തന്നെയാണ് നഴ്സ് ക്വാർട്ടേഴ്സ്. പക്ഷെ കുറച്ചു ദൂരം നടക്കണം. മുമ്പ് താൻ പലതവണ പോയിട്ടുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് അവളും സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോഴും വഴി നിശ്ചയമില്ല. പുതുതായി കടന്നു ചെല്ലുന്ന ഒരാളെ പോലെയാണ് അവിനാഷ് നീങ്ങിയത്. വഴി ഇടുങ്ങിയതാണ്. വിവിധ ക്വാർട്ടേഴ്സുകൾ. അതിൽ ഏതാണ് ഷാഗിന താമസിക്കുന്നത്? ഒരു ഊഹം വെച്ച് നടന്നു. പരിചിതമാണെന്ന് തോന്നിയ ക്വാർട്ടേഴ്സിനരികെ ചെന്നു. ഇത് തന്നെ ഷാഗിനയുടെ താമസ സ്ഥലം. അവിനാഷ് തീരുമാനിച്ചു. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അവിനാഷ് മെല്ലെ ഒന്ന് തള്ളി. അകത്ത് നിന്നും കതകിന്റെ ബോൾട്ട് ഇട്ടിരുന്നില്ല.
വാതിൽപ്പാളികൾ പതിയെ തുറക്കപ്പെട്ടു. ശബ്ദം കേട്ട് ഷാഗിന അകത്തുനിന്നും എത്തുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ സ്വീകരണ മുറിയിൽ അല്പനേരം അക്ഷമനായി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അസ്വസ്ഥതയും കൂടി. അകത്ത് ഒച്ചയനക്കങ്ങളൊന്നുമില്ല. ഷാഗിന പതിയെ വിളിച്ചു. മറുപടിയില്ല. അവിനാശ് അകത്തേക്ക് നടന്നു. ബെഡ്റൂമിന്റെ റോസ് നിറത്തിലുള്ള ഡോർ കർട്ടൻ ഒന്നിളകിയപ്പോൾ ബെഡിൽ ആരോ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. വെളുത്ത കാൽപാദങ്ങൾ മാത്രം വെളിയിൽ കാണാം. രാത്രി ഡ്യൂട്ടിയുടെ ക്ഷീണത്തിൽ ഷാഗിന മയങ്ങിക്കിടക്കുന്നതാവും. പതിയെ ഡോർ കർട്ടൻ നീക്കി ബെഡ്റൂമിലേക്ക് എത്തി നോക്കി. അത് ഷാഗിനയല്ല, മറ്റേതോ യുവതിയാണ്. തനിക്ക് സ്ഥലം തെറ്റിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒരു തവണ കൂടി അവളെ ശ്രദ്ധിച്ചു. ആകർഷകമായ മുഖം. ഏതോ ഒരു നല്ല സ്വപ്നം കാണുന്നതിന്റെ പ്രസരിപ്പ് നിറഞ്ഞിരുന്നു. കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നു. ഉമിനീരിന്റെ നനവു പടർന്ന ചുണ്ടുകൾ. സാരിയാണ് ഉടുത്തിരുന്നത്. പക്ഷെ അത് ഉറക്കത്തിലെപ്പോഴോ വഴുതി നീങ്ങിപ്പോയിരുന്നു. അവിനാശ് അല്പനേരം നോക്കി നിന്നു. അവൾ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഭാഗ്യം. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാനായി വെപ്രാളപ്പെട്ടപ്പോൾ കൈതട്ടി. മേശപ്പുറത്തുള്ള ഫ്ലവർ വേസ് തറയിലേക്ക് വീണു. ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു. അവൾ തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി കള്ളനെ പോലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അവൾ വിളിച്ചു കൂവി ഒച്ച വച്ചേക്കും. ആളുകൾ ഓടിയെത്തി തന്നെ പിടിച്ചു വയ്ക്കും. അതൊരു നാണക്കേടാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ട് അവിടെ നിന്നും നീങ്ങുന്നതാവും നല്ലതെന്ന് വിചാരിച്ചു. ഷാഗിനിയുടെ ക്വാർട്ടേഴ്സ് ആണെന്ന് കരുതിയാണ് ഞാൻ കയറി വന്നത്. പക്ഷെ അകത്ത് വന്ന് നിങ്ങളെ കണ്ടപ്പോഴാണ് അതല്ലെന്ന് മനസ്സിലായത്. തെറ്റുപറ്റി, ക്ഷമിക്കണം, അവിനാശ് തുറന്നു പറഞ്ഞു. എന്നാൽ വിചിത്രമെന്നു പറയട്ടെ, അവൾ അവിനാശിനെ ശ്രദ്ധിച്ചത് പോലുമില്ല. അങ്ങനെ ഒരാൾ മുറിയിലുണ്ടെന്ന് തിരിച്ചറിയാത്ത വിധം അവൾ തറയിൽ വീണ് കിടക്കുന്ന ഫ്ലവർ വേസിലേക്കും ഡോറിലേക്കുമാണ് ശ്രദ്ധിച്ചത്. അവിനാശ് അമ്പരന്നു. അവൻ ചെറുതായൊന്ന് ചുമച്ചുകൊണ്ട് തന്റെ സാന്നിധ്യം അവളെ അറിയിക്കാൻ തുനിഞ്ഞു. പക്ഷെ അവൾ ഗൗനിക്കുന്നതേയില്ല. ഇതെന്തു പറ്റി? അവിനാശ് മിഴിച്ചു. ഇവൾ എന്തുകൊണ്ടാണ് തന്നെ കാണാത്തത്? തന്റെ ശബ്ദം അവൾ കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? അവിനാശ് സ്വയം ചോദിച്ചു. അവന് ഒന്നും മനസ്സിലായില്ല. അവൻ യുവതിയെ അമ്പരപ്പോടെ നോക്കി. അവൾ ഒരുതരം ആലസ്യത്തോടെ കിടക്കുകയാണ്, കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട്. ഒരു അപരിചിതൻ മുറിയിലുണ്ടായിട്ടും അതറിയാത്ത മട്ടിൽ അവൾ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ തന്റെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടോ? അവിനാശ് സംശയം ഭാവിച്ചു. കാണാനും കേൾക്കാനും വയ്യാന്നുണ്ടെങ്കിൽ ഫ്ലവർ വേസും വീഴുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയും അത് കാണുകയും ചെയ്യില്ലായിരുന്നല്ലോ. അതോ ഇതൊക്കെ അവളുടെ അഭിനയമോ? പക്ഷെ എന്തിന്? അവിനാശിന്റെ മനസ്സിൽ സംശയങ്ങൾ ഓരോന്നായി ഇരമ്പിപ്പാഞ്ഞെത്തി. അവിനാശ് അല്പം ധൈര്യത്തോടെ തിരികെ ചെന്നു. കാര്യങ്ങൾ അറിയണമല്ലോ. ഒരാൾ തന്റെ അരികിലേക്ക് വരുന്നുണ്ടെന്ന തോന്നൽ പോലും അവളിൽ കാണാനില്ല. അവിനാശ് അവളുടെ മുഖത്തിനു നേർക്ക് കൈകൾ അടുപ്പിച്ചു. ഇല്ല, അതൊന്നും അവൾ കാണുന്നില്ല. സംശയം തീർക്കാനായി അവൻ ടേബിളിനു മുകളിൽ വച്ചിരിക്കുന്ന പൗഡർ ടിന്ന് തട്ടി താഴേക്കിട്ടു. അവൾ ഞെട്ടിപ്പിടഞ്ഞ് വീണ്ടും നോക്കി. തറയിലൂടെ വീണുരുളുന്ന പൗഡർ ടിന്നിലേക്കാണ് അവളുടെ ശ്രദ്ധ. അതായത് തന്നെ മാത്രമാണ് അവൾ കാണാത്തത്. തന്റെ ശബ്ദം മാത്രമാണ് അവൾ തിരിച്ചറിയാത്തത്. അപ്പോൾ ഞാൻ എന്നത് അവൾക്ക് മുന്നിലെ വലിയ ശൂന്യതയാണോ? അവിനാശ് ഭീതിയോടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അല്പം ഉറക്കെ ചോദിച്ചു. മുറിയിലെ കണ്ണാടിക്കരികെ ചെന്ന് നോക്കി. തന്റെ രൂപം അതേപടി കാണാം. ആശ്വാസം. താൻ വെറുമൊരു തോന്നൽ മാത്രമല്ല, സത്യം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആശ്വാസം. എന്തായാലും ഇവൾ തന്നെ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ലെന്നത് വാസ്തവം. എന്നാൽ സ്പർശിച്ചാൽ മനസ്സിലാവുമോ? അതും കൂടി പരീക്ഷിച്ചു കളയാം. അവിനാശ് അല്പം സ്വാതന്ത്ര്യത്തോടെ അവളുടെ തുടുത്ത കവിളുകളിൽ മെല്ലെ തൊട്ടുരുമ്മി. ഒരിറുമ്പുഴയുന്ന തോന്നൽ പോലും അവളിൽ കാണാനില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പിടികിട്ടുന്നില്ല. മറ്റെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തീർച്ച. അവളുടെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. ഉയർന്ന മാറിടങ്ങളിൽ അമർത്തി. അവൾക്ക് അത് അനുഭവയോഗ്യമാവുന്നില്ല. എന്തൊരത്ഭുതമാണ്! ഞാൻ വെറും പ്രേതനിഴൽ മാത്രമാണോ? അവിനാശ് പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല. വെളിയിലേക്ക് കടന്നു. ഡോർ അടച്ചു. ഹോസ്പിറ്റലിൽ സ്റ്റാഫുകളിൽ ഒരാൾ അതുവഴി വന്നപ്പോൾ ഷാഗിനിയുടെ താമസ സ്ഥലം തിരക്കി. അയാൾ നേരെ എതിർവശത്തുള്ള ക്വാർട്ടേഴ്സ് ചൂണ്ടിക്കാട്ടി. ഈ ക്വാർട്ടേഴ്സിൽ ആരാണ് താമസം? അവിനാശ് വെറുതെ തിരക്കി. ആരും താമസിക്കുന്നില്ല. അയാൾ അതും പറഞ്ഞ് നടന്നു നീങ്ങി. അവിനാശ് ഞെട്ടി. അങ്ങനെ വരില്ല. താനൊരു യുവതിയെ അതിനകത്ത് കണ്ടതല്ലേ?
അയാൾ വെറുതെ പറഞ്ഞതാവും. വീണ്ടും ഒരിക്കൽ കൂടി അകത്ത് കയറി ചെന്ന് നോക്കിയാലോന്ന് കരുതി. അപ്പോഴാണ് ആരോ വിളിക്കുന്നത് കേട്ടത്. തിരിഞ്ഞു നോക്കി. അപ്പുറത്തെ ക്വാർട്ടേഴ്സിന്റെ തുറന്നിട്ട ജനാലയിലൂടെ ഷാഹിനയുടെ മുഖം കണ്ടു. പിന്നെ അങ്ങോട്ടേക്ക് ചെന്നു. എനിക്ക് വീട് തെറ്റിപ്പോയി, അവിനാഷ് അവളെ അറിയിച്ചു. അത് പുതിയ സംഭവമൊന്നുമല്ലല്ലോ. വേറെന്തോ ആലോചിച്ച് എവിടേക്കെങ്കിലും കയറി ചെല്ലും. ഇവിടെ 100 തവണ വന്നാലും നിങ്ങൾക്ക് വഴി തെറ്റും. ഷാഹിന നേർത്തൊരു പരിഭവം പറച്ചിലുമായി മുറിക്ക് വെളിയിലെത്തി. അവിനാഷ് അതൊട്ടും ഗൗനിച്ചിരുന്നില്ല. താൻ ആദ്യം കയറി ചെന്ന ക്വാർട്ടേഴ്സിനകത്തെ യുവതിയെക്കുറിച്ചാണ് ആലോചിച്ചിരുന്നത്. ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത് ആരാണ്? അവിനാഷ് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അവിടെ ആൾ താമസമില്ല, ഷാഹിന അറിയിച്ചു. അവിനാഷിന്റെ മുഖത്തെ ഞെട്ടൽ ഷാഹിന തിരിച്ചറിഞ്ഞു. എന്താ, അതിനകത്ത് കയറി ചെന്നപ്പോൾ ആരെയെങ്കിലും കണ്ടോ? ഷാഹിന തമാശ മട്ടിൽ ചോദിച്ചു. അവിനാഷ് മറുപടി ഒന്നും നൽകിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവിടെ ഷർമിള എന്ന നേഴ്സ് താമസിച്ചിരുന്നു, ഷാഹിന സൂചിപ്പിച്ചു. ഞാൻ കണ്ടത് ഷർമിളയെ തന്നെയാവും. പക്ഷേ അവിനാഷ് പിറുപിറുത്തു. അത് ഷാഹിന കേട്ടു. വലിയൊരു തമാശ കേട്ട മട്ടിൽ ഷാഹിന ശരീരമിളകി ചിരിച്ചു. എന്താണിത്ര ചിരിക്കാൻ? അവിനാഷ് ചോദിച്ചു. മരിച്ചുപോയവർ തിരിച്ചെത്തിയതായ അറിവുകളൊന്നും എനിക്കില്ല, ഷാഹിന ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. അവിനാഷ് ഞെട്ടി. അവളെ തന്നെ തുറിച്ചു നോക്കി. മാസങ്ങൾക്ക് മുൻപ് ഷർമിളയെ ആ ക്വാർട്ടേഴ്സിനകത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു, ഷാഹിന വെളിപ്പെടുത്തി. ഷർമിളയുടെ ക്വാർട്ടേഴ്സിനകത്ത് കയറി ചെന്നതും അവിടെ ബെഡിൽ അവളെ കണ്ടതും അവൻ ഷാഹിനയോട് പറഞ്ഞില്ല. കാരണം അതും തന്റെ കിറുക്കത്തരങ്ങളായി അവൾ എഴുതി തള്ളിയേക്കും. അകത്ത് വരൂ, ഷാഹിന അവനെ വിളിച്ചു. അവളുടെ പിന്നാലെ ചെന്നു. നടക്കുന്നതിനിടയിൽ വല്ലാത്ത പരുവത്തിലിളകുന്ന ഷാഹിനയുടെ പിൻഭാഗത്ത് ഒട്ടൊരു രസത്തോടെ അവൻ തട്ടുകയും ചെയ്തു. ഷാഹിന ചിരിച്ചു. 2 ചെറിയ മുറികളും പിന്നെ കിച്ചണും ഉൾപ്പെടുന്നതാണ് ഷാഹിനയുടെ ക്വാർട്ടേഴ്സ്. ഷെൽഫിൽ മാഗസിനുകൾ, TV സെറ്റ് കിടപ്പുമുറിയുടെ ടേബിളിലുണ്ട്. പിന്നെ CD പ്ലെയറും. പ്ലാസ്റ്റിക് ചെയർ നീക്കിയിട്ട് അവൻ അതിലിരുന്നു. അവിടെ ഇരുന്നാൽ അടുക്കളയും കിടപ്പുമുറിയും കാണാം. ഡോർ കർട്ടനുകളില്ല. കിടപ്പുമുറിയിലെ കട്ടിലിൽ കുറെ പുസ്തകങ്ങളും മാഗസിനുകളും വാരി വലിച്ചിട്ട നിലയിലുണ്ട്. അതിനു മീതെ അവൾ ഊരിയിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങളും. അവിടെ ഷാഹിനയല്ലാതെ മറ്റാരും താമസവുമില്ല. ആൺതുണയില്ലാത്ത ജീവിതം. കഷ്ടം തോന്നുന്നു. ഷാഹിനയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കഥ സത്യമായിരിക്കുമോ? ആവണമെന്നില്ല. തന്നെക്കുറിച്ചും കഥകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണോ? അല്ല തന്നെ. തനിച്ച് താമസിക്കുന്ന യുവതിയെക്കുറിച്ച് ആളുകൾ പല കെട്ടുകഥകളും പറയും. താൻ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്? ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു. ദുഃഖങ്ങളും പ്രയാസങ്ങളും ആരുടെ ജീവിതത്തിലാണ് ഇല്ലാത്തത്? കിച്ചണിൽ ഷാഹിന ചായ തയ്യാറാക്കുകയാണ്. അവിനാഷ് പതിയെ അങ്ങോട്ട് ചെന്നു. പിറകിൽ അവളുടെ ശരീരത്തിൽ ചേർന്ന് നിന്നു. ഷാഡോസ് ഓഫ് ദ ഗോസ്റ്റ് എഴുതി തീർന്ന ഭാഗങ്ങൾ അവിനാഷ് വായിച്ചു നോക്കി. തൃപ്തി വരാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റി. കാറ്റിൽ കടലാസുകൾ ടേബിളിൽ നിന്നും പറന്നു. അതൊക്കെ അടുക്കി വയ്ക്കാനൊന്നും തുനിഞ്ഞില്ല. സിഗരറ്റ് പുകച്ച് കസേരയിൽ ചാഞ്ഞിരുന്നു. വാതിൽ തുറന്നുകൊണ്ട് ഹൈദ്രോസ് മരയ്ക്കാർ കയറി വന്നു. അയാൾ വലിയ ദേഷ്യഭാവത്തിലായിരുന്നു. നിന്നെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. ചരക്കുകപ്പലിലെ ജോലി വിട്ട് മുറിക്കകത്തിരുന്ന് കുത്തിക്കുറിച്ച് സമയം കളയുകയാണോ? ഹൈദ്രോസ് മരയ്ക്കാർ ഉറക്കെ ചോദിച്ചു. അവിനാഷ് നിശബ്ദനായി അയാളെ നോക്കി. അവനിൽ യാതൊരു പ്രതികരണവുമില്ലാത്തപ്പോൾ ഹൈദ്രോസ് മരയ്ക്കാർ കോപം കൊണ്ട് വിറച്ചു. നിന്റെ ഒരെഴുത്ത്, ഇപ്പോൾ ഞാൻ ഇതൊക്കെ തീ വെച്ച് നശിപ്പിക്കും. എഴുതി വച്ചിരിക്കുന്ന കടലാസുകൾ വാരിയെടുത്തുകൊണ്ട് ഹൈദ്രോസ് മരയ്ക്കാർ അലറി. അരുത്, അവിനാഷ് വിലക്കി. പക്ഷെ അയാൾ അതിന് തീ കൊളുത്താൻ തുനിഞ്ഞ നിമിഷം അവിനാഷ് കസേര ചുഴറ്റി എറിഞ്ഞു. ഇടിയേറ്റ് അതിന്റെ ആഘാതത്തിൽ ഹൈദ്രോസ് മരയ്ക്കാർ കമ്പിയഴികളില്ലാത്ത ജനാലയുടെ ഗ്ലാസ് കതകിൽ ചെന്നിടിച്ചു. ഗ്ലാസ് തകർന്ന് അയാൾ തലകീഴായി ബിൽഡിങ്ങിൽ നിന്നും താഴേക്കു പതിച്ചു. അധ്യായം 13. മുകളിലത്തെ നിലയിലെ മുറിയുടെ ജനാല ഗ്ലാസ് തകർന്ന് ഒരു കസേര കീഴേക്ക് പതിക്കുന്നത് കണ്ട് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലുണ്ടായിരുന്ന ആളുകൾ അമ്പരപ്പോടെ നിന്നു. അവിനാഷ് ദേഷ്യത്തോടെ വെളിയിലേക്ക് എത്തി നോക്കി. ഹൈദ്രോസ് മരയ്ക്കാർ മുടന്തിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഭീഷണിപ്പെടുത്താൻ ഒരാൾ വന്നിരിക്കുന്നു. അവിനാഷ് പിറുപിറുത്തു. അല്ലെങ്കിൽ തന്നെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഒരു കുരുക്കഴിച്ച് വെളിയിലേക്ക് കടക്കുമ്പോൾ മറ്റൊന്നിൽ കുരുങ്ങുന്ന അവസ്ഥയാണുള്ളത്. അവിനാഷ് അസ്വസ്ഥനായി.
ഒന്നുമില്ലാത്ത കാലത്ത് സഹായിച്ചത് ഹൈദ്രോസ് മരയ്ക്കാർ തന്നെ സമ്മതിച്ചു. പക്ഷേ അയാൾക്ക് അടിമപ്പണി ചെയ്യാനൊന്നും തന്നെ കൊണ്ട് വയ്യ. എത്ര കാലമെന്ന് വച്ചാണ് ചരക്കുകപ്പലിൽ തന്നെ കഴിയുക? ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഹൈദ്രോസ് മരയ്ക്കാർ വന്നു കയറിയത്. കുറച്ചു നേരം കഴിഞ്ഞ് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അമീർ അബ്ബാസ് കടന്നു വന്നു. ഹൈദ്രോസ് മരയ്ക്കാറുമായി ഉടക്കിയത് ശരിയായില്ല. അമീർ അബ്ബാസ് തുറന്നു പറഞ്ഞു, ചരക്കുകപ്പലിൽ രാപ്പകൽ ഭേദമില്ലാതെ തുച്ഛമായ കൂലിക്ക് നടുവൊടിയെ ജോലി ചെയ്യാൻ ഇനി എന്നെ കൊണ്ട് വയ്യ. എനിക്ക് ചോദിക്കാനും പറയാനും മറ്റൊരാളില്ലെന്ന് കരുതി എന്നെ കപ്പലിലെ അടിമയാക്കി വച്ചിരിക്കാമെന്ന മോഹവും നടപ്പില്ല. അവിനാഷ് വാശിയോടെ പറഞ്ഞു. അമീർ അബ്ബാസ് നെറ്റിച്ചുളിച്ചു. ഇവിടുത്തെ ജോലിയും സുഖസുന്ദരമായ ജീവിതവും കണ്ട് നീ ആവശ്യമില്ലാത്ത മനക്കോട്ടയൊന്നും കെട്ടണ്ട. ഇത് താൽക്കാലികമാണ്. മുഹമ്മദ് അൽ ഹുസൈൻ നിന്നെ കുരുക്കാൻ വെച്ച കെണി, അമീർ അബ്ബാസ് സൂചിപ്പിച്ചു. അങ്ങനെ എന്നെ കെണിയിൽ വീഴ്ത്താനൊന്നും ഒരാൾക്കും കഴിയില്ല. അവിനാഷിന്റെ കോപം എരിഞ്ഞു പടർന്നു. അത് മനസ്സിലാക്കിയ അമീർ അബ്ബാസ് അല്പമൊന്ന് ശാന്തനായി. അത്യാവശ്യത്തിനൊക്കെ നമുക്ക് സഹായം ചെയ്യുന്നവനാണ് ഹൈദ്രോസ് മരയ്ക്കാർ. അയാളെ പിണക്കരുത്, അമീർ അബ്ബാസ് ഓർമ്മിപ്പിച്ചു. എന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല, അവിനാഷ് തുറന്നു പറഞ്ഞു. നമ്മൾ തമ്മിൽ എന്തിനാണ് ആവശ്യമില്ലാതെ വഴക്കിടുന്നത്? നീയും മുഹമ്മദ് അൽ ഹുസൈനും തമ്മിൽ അടുത്തുവെന്നും നീ ഇപ്പോൾ അയാളുടെ നിയന്ത്രണത്തിലാണെന്നുമൊക്കെ ഹൈദ്രോസ് മരയ്ക്കാർ വിശ്വസിക്കുന്നു. അത് മനസ്സിലാക്കാനാണ് അയാൾ ഇവിടെ വന്നെത്തിയത്. എന്തായാലും മരയ്ക്കാർ പറയുന്നതൊന്നും ഞാൻ അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം പണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയോ താൽക്കാലികമായി നിലനിൽക്കുന്നതല്ലല്ലോ. അതേപ്പറ്റി പറഞ്ഞാൽ മരക്കാർക്ക് മനസ്സിലാവുകയില്ല. അമീർ അബ്ബാസ് സംസാരിച്ചത് അവിനാഷിന് അനുകൂലമായാണ്. അവിനാഷ് തണുത്തു. പിന്നെ നേർത്തൊരു കുറ്റബോധവും. മുഹമ്മദ് അൽ ഹുസൈൻ വന്ന് കണ്ടതും സംസാരിച്ചതുമൊക്കെയുള്ള കാര്യങ്ങൾ അമീർ അബ്ബാസിനോട് പറഞ്ഞിട്ടില്ല. അത് പറയാതിരുന്നത് മറ്റു വല്ല തരത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ വരുത്തിവയ്ക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ്. ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അറിയിക്കാം, അവിനാഷ് വിചാരിച്ചു. ഇവിടെ എങ്ങനെ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? അമീർ അബ്ബാസ് അന്വേഷിച്ചു. ഞാൻ ഇന്നലെ ഒരു ഓപ്പറേഷൻ നടത്തി, അവിനാഷ് സന്തോഷത്തോടെ അറിയിച്ചു. പേഷ്യന്റ് ജീവിച്ചിരിപ്പുണ്ടോ? അമീർ അബ്ബാസിന്റെ ചോദ്യത്തിൽ പരിഹാസം കലർന്നിരുന്നു. അവിനാഷിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഉടക്കാനൊന്നും പോയില്ല. എല്ലാവരും ഓരോ ഫീൽഡിലെത്തുമ്പോൾ ആ രംഗത്തെ ജോലികളിൽ പ്രാവീണ്യം നേടുക സാധാരണം. ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ബിരുദങ്ങളോ വലിയ വർക്ക് എക്സ്പീരിയൻസോ വേണമെന്നില്ല. തോക്കെടുത്ത് ഉന്നം തെറ്റാതെ വെടിവയ്ക്കാൻ അറിഞ്ഞാൽ മതി. ഇവിടെ മന്ത്രിയാവാൻ വല്ല യോഗ്യതയും വേണോ? ജനങ്ങളെ കബളിപ്പിച്ച് ഇലക്ഷനിൽ ജയിച്ച് സ്വന്തം ഗ്രൂപ്പുകളൊക്കെയായി തന്ത്രപൂർവ്വം നിന്നാൽ പോരെ? ഒന്നിനും പ്രത്യേകിച്ചൊരു യോഗ്യതയും വേണ്ട. എത്തിച്ചേരുന്ന ഫീൽഡിൽ കുറച്ച് കഴിവുണ്ടായാൽ മാത്രം മതി. നിന്നെ മെഡിക്കൽ ഫീൽഡിലെത്തിച്ച മുഹമ്മദ് അൽ ഹുസൈന് പല ലക്ഷ്യങ്ങളും കാണും. അത് നിന്റെ നന്മയ്ക്കാണെന്ന് മാത്രം നീ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി, അമീർ അബ്ബാസ് ഉപദേശിച്ചു. ഞാൻ ഇതൊക്കെ മതിയാക്കി നേരെ കപ്പലിലെ ജോലിക്കിറങ്ങി തിരിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അവിനാഷ് ചോദിച്ചു. നീ എന്ത് തൊഴിലെടുത്താലും എനിക്ക് വിരോധമൊന്നുമില്ല. നീ വലിയ നിലയിലെത്തണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നാൽ മുഹമ്മദ് അൽ ഹുസൈൻ നമ്മുടെ പൊതുശത്രുവാണെന്ന കാര്യം മറക്കരുത്, അയാൾ ഓർമ്മിപ്പിച്ചു. അതെനിക്കറിയാം. നല്ലത്. പക്ഷെ അയാൾ മനസ്സുമാറി എത്തിയാൽ എന്തു ചെയ്യും? അമീർ അബ്ബാസിന്റെ പ്രതികരണം അറിയാൻ വേണ്ടി ചോദിച്ചു. അയാളുടെ മനസ്സ് മാറുന്നതും ഓന്തിന്റെ നിറം മാറുന്നതും ഒരുപോലെയാണ്, അമീർ അബ്ബാസ് പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അതേക്കുറിച്ച് സംസാരിക്കാൻ അവിനാഷിന് ബോധപൂർവം അവിനാഷ് ബോധപൂർവം തയ്യാറായില്ല. ഒമർ ജഹാംഗീർ ബാബയുമായുള്ള കൂടിച്ചേരൽ നടന്നോ? അവിനാഷ് തിരക്കി. അദ്ദേഹം അത്യാവശ്യ കാര്യത്തിന് കൽക്കത്തയിൽ പോയിരിക്കുകയാണ്. 2 നാളുകൾക്കകം തിരിച്ചെത്തും, അമീർ അബ്ബാസ് വെളിപ്പെടുത്തി. നമ്മുടെ കാര്യങ്ങൾ വല്ലതും സംസാരിച്ചോ? എല്ലാം ചർച്ച ചെയ്ത് പരസ്പര ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടിക്കാഴ്ച മാത്രമാണ് ബാക്കി. അത് ഇന്തിഫാദയിൽ വെച്ച് നടത്താനാണ് തീരുമാനം. ജഹാംഗീർ ബാബയ്ക്ക് നിന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അമീർ അബ്ബാസ് അറിയിച്ചു. അവിനാഷ് അസ്വസ്ഥനായി. എനിക്ക് അതിനു മുൻപ് ഫെമിഷയെ കാണണം, അവിനാഷ് വ്യക്തമാക്കി. അതിനെന്താ, ആവാമല്ലോ. അവളെ രഹസ്യമായി പാർപ്പിച്ചിരിക്കുന്ന ഇടം എന്റെ ആൾക്കാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നു രാത്രി നമ്മൾ ഫെമിഷയെ ചെന്നു കാണും, അമീർ അബ്ബാസ് ഉറപ്പു നൽകി. അവിനാഷിന്റെ ഹൃദയമിടിപ്പ് കൂടി. രാത്രി ഒരു വണ്ടിയുമായിട്ട് ഞാൻ വരും, കാത്തിരിക്കുക.
അതും പറഞ്ഞ് അമീർ അബ്ബാസ് മുറിയിൽ നിന്നും വെളിയിലേക്ക് നടന്നു. സങ്കല്പത്തിന് മീതെ യാഥാർത്ഥ്യത്തിന്റെ ചായം തേച്ചു മിനുക്കിയ ചാറ്റൽ മഴ. അത് പെയ്യുന്ന സായാഹ്നത്തിൽ വിവിധ വർണ്ണങ്ങളുള്ള മഴവിൽ കുടയുമേന്തി നീ തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഞാൻ പിന്തുടർന്നത് നീ അറിഞ്ഞില്ല. നിന്റെ മനസ്സ് നിറയെ മഴയുടെ സംഗീതമായിരുന്നു. അവിനാഷ് കടലാസിൽ കുത്തിക്കുറിച്ചു. അപ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിൽ നിന്നും ഒരു സ്റ്റാഫ് കടന്നു വന്നത്. ഡോക്ടർ അവിനാഷ്, നിങ്ങൾ ഉടൻ തന്നെ അഡ്മിനിസ്ട്രേറ്ററെ ചെന്നു കാണണം, അയാൾ അറിയിച്ചു. എന്തിന്? അവിനാഷ് സംശയിച്ചു. അയാൾ അതിന് മറുപടി ഒന്നും നൽകാതെ തിരിച്ചു പോവുകയും ചെയ്തു. അവിനാഷ് എന്തോ ആലോചിച്ചു. പിന്നെ വേഷം മാറി വെളിയിൽ കടക്കാനൊരുങ്ങുമ്പോഴാണ് പ്രണോയ് വന്നത്. അവൻ ഒന്നും ചോദിച്ചില്ല. മുറിയിൽ ചിതറിക്കിടക്കുന്ന ജനാല ഗ്ലാസിന്റെ അവശിഷ്ടങ്ങൾ, കടലാസുകൾ മുറി നിറയെ ചുരുട്ടിക്കൂട്ടിയിട്ട നിലയിൽ, അവയ്ക്കിടയിൽ സിഗരറ്റ് കുറ്റികളും. അവിനാഷ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രണോയ് സംശയത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, അവിനാഷ് പറഞ്ഞു. ജനാല ഗ്ലാസ് തകർത്തത് എന്തിനാണ്? പ്രണോയ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഹൈദ്രോസ് മരയ്ക്കാറെ ഞാൻ തൊഴിച്ചപ്പോൾ സംഭവിച്ചതാണ്. അവിനാഷ് പിറുപിറുത്തു. ആരാണയാൾ? പ്രണോയ് അമ്പരപ്പോടെ അന്വേഷിച്ചു. അയാളെ നിനക്കറിയില്ല. അതും പറഞ്ഞ് അവിനാഷ് നടന്നു നീങ്ങി. എങ്ങോട്ട് പോകുന്നു? പ്രണോയ് ഉറക്കെ വിളിച്ചു ചോദിച്ചു. അഡ്മിനിസ്ട്രേറ്റർക്ക് എന്നെ കാണണമത്രേ, അവിനാഷ് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അവൻ പോയി കഴിഞ്ഞപ്പോൾ പ്രണോയ് മെല്ലെ അവിനാഷിന്റെ മുറിയിലേക്ക് കയറി ചെന്നു. പ്രണോയ് അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറിയിൽ അലസമായി നടന്നു. മേശപ്പുറത്ത് കുത്തിക്കുറിച്ച കടലാസുകൾ വെറുതെ എടുത്തു. അവയ്ക്കടിയിൽ വെട്ടിയെടുത്ത കാർട്ടൂൺ ചിത്രങ്ങൾ. അതൊക്കെ മറിച്ചു നോക്കി. പ്രണോയ് പിന്നെ മേശവലിപ്പ് തുറന്നു. അതിനകത്ത് പേപ്പറും പുസ്തകങ്ങളുമൊക്കെ കുത്തി നിറച്ചു വച്ചിരിക്കുകയാണ്. ഷെൽഫിൽ മെഡിക്കൽ ബുക്കുകളാണ്. അതിന്റെ കീഴെ അറ തുറന്നു നോക്കി കണ്ടപ്പോൾ ഞെട്ടി. അതിൽ നിറയെ കാർട്ടൂൺ ബുക്കുകളാണ്. സ്ട്രേഞ്ച്, പ്രണോയ് പിറുപിറുത്തു. ഈ പ്രായത്തിലും അവൻ കാർട്ടൂൺ ബുക്കുകൾ വായിച്ച് രസിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസം. പ്രണോയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചതേയില്ല. എന്തോ കുഴപ്പമുണ്ട്, അവൻ വിചാരിച്ചു. കാർട്ടൂൺ പുസ്തകങ്ങൾ എടുത്ത് ഓരോന്നായി നോക്കി. കപ്പലിന്റെയും കടൽ കൊള്ളക്കാരുടെയും കഥകൾ, രാജകുമാരിയെ കാണാതെ അന്വേഷിച്ചലയുന്ന യുവരാജാവിന്റെ കഥകൾ. കാർട്ടൂണുകളിൽ ചിലതൊക്കെ വെട്ടിയെടുത്തിട്ടുമുണ്ട്. പ്രണോയ് അതൊക്കെ അവിടെ തന്നെ വച്ചു. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരുകി. അവിനാഷ് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് മുന്നിലെത്തി. ഡോർ അടഞ്ഞു കിടക്കുകയാണ്. 2 തവണ തട്ടി. യെസ്, കമിൻ. അകത്തു നിന്നും സ്ത്രീ ശബ്ദം. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ശൈലജ റാവു, 40-ലധികം പ്രായം. സാരിയും ബ്ലൗസുമാണ് വേഷം. ആഡംബരങ്ങൾ ഒന്നുമില്ല. ശാന്തപ്രകൃതം. അവിനാഷിനെ കണ്ണട താഴ്ത്തി നോക്കി. ഇരിക്കെ, ശൈലജ റാവു നിർദ്ദേശിച്ചു. അവിനാഷ് ടേബിളിന്റെ എതിർവശത്ത് ചെയർ നീക്കിയിട്ടിരുന്നു. അവർ കുറെ നേരം ഒന്നും സംസാരിച്ചില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മുഴുമിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. അവിനാഷ് കൗതുകത്തോടെ അതൊക്കെ ശ്രദ്ധിച്ചു. വെളുത്ത് മെലിഞ്ഞ വിരലുകളിൽ പിടിച്ചിരിക്കുന്ന പേന കൊണ്ട് ചില പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുകയും മറ്റു ചിലതിൽ എന്തൊക്കെയോ എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ശൈലജ റാവു ഫയൽ അടച്ചു. പേന അതിനു മുകളിൽ വച്ചു. റിവോൾവിംഗ് ചെയറിൽ ചാഞ്ഞിരുന്നു. ഞാൻ അവിനാഷിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പഴയതിൽ നിന്നും വല്ലാത്തൊരു മാറ്റം നിങ്ങളിൽ കാണുന്നു. ആരുമായിട്ടും നിങ്ങൾ സഹകരിക്കുന്നില്ലെന്ന പരാതിക്ക് പുറമെ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങളും. എന്തുകൊണ്ടാണിങ്ങനെ? ശൈലജ റാവു സ്പെക്സ് അഴിച്ച് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാവാം മാഡം, അവിനാഷ് തുറന്നു പറഞ്ഞു. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താണ് പ്രശ്നം? ശൈലജ റാവുവിന്റെ ശബ്ദം കനത്തു. അവിനാഷ് നിശബ്ദനായി. എനിക്ക് വ്യക്തമായ മറുപടി വേണം, ശൈലജ റാവു ആവശ്യപ്പെട്ടു. ഞാൻ അതിരുവിട്ട് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുത്തോളൂ, അവിനാഷ് തുറന്നു പറഞ്ഞു. അതു കേട്ട് ശൈലജ റാവു ചിരിച്ചു. ഞാൻ ആരെയും അച്ചടക്കം പഠിപ്പിക്കാനോ അതില്ലാത്തവരെ ശിക്ഷിക്കാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്താ ഹൈസ്കൂൾ ഹെഡ്മിനിസ്റ്ററാണെന്ന് കരുതിയോ? ശൈലജ റാവു ചോദിച്ചു. അവിനാഷ് ഒന്നു പരിങ്ങി. ഇതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെതായ പെരുമാറ്റച്ചട്ടങ്ങളുമുണ്ട്. അത് സ്വയം മനസ്സിലാക്കി നീങ്ങുകയാണ് എല്ലാവർക്കും ഗുണം. നിങ്ങളുടെ കഴിവിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്നത് ബോധ്യമാവുന്നുണ്ടെന്ന് കരുതുന്നു, ശൈലജ റാവു വ്യക്തമാക്കി. അവിനാഷ് മൂളി. ശരി, നിങ്ങൾ ആദ്യം സുനേത്ര ജോഷിയെ ചെന്ന് കാണൂ, ശൈലജ ഒടുവിൽ നിർദ്ദേശിച്ചു. എന്തിന്? അവിനാഷിന് മനസ്സിലായില്ല. നിങ്ങളെ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിപ്പിക്കും
അവതരിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് ഡോക്ടർ സുനേത്ര ജോഷിയുടെ റിപ്പോർട്ട് കൂടിയേ തീരൂ, ശൈലജ അറിയിച്ചു. അവിനാശ് മെല്ലെ മുറിയിൽ നിന്നും ഇറങ്ങി ഇടനാഴിയിലൂടെ നടന്നു. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്താൻ നിന്നപ്പോൾ മറ്റൊരു കോർണറിൽ നിന്നും എതിരെ മുഹമ്മദ് അൽ ഹുസൈൻ നടന്നു വരുന്നത് കണ്ടു. അവിനാശ് അമ്പരന്നു. അയാൾക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതുകൾ തേടിയെങ്കിലും അപ്പോഴേക്കും മുഹമ്മദ് അൽ ഹുസൈൻ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. അവിനാശ് നിസ്സഹായതയോടെ അയാളെ നോക്കി. ഡോക്ടർ സുനേത്ര ജോഷിയെ കാണാൻ പോവുകയാണല്ലേ? അയാൾ ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? അവിനാശ് അത്ഭുതപ്പെട്ടു. എന്ത് കാര്യവും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ അറിയും, മുഹമ്മദ് അൽ ഹുസൈൻ വ്യക്തമാക്കി. അവിനാശ് തല താഴ്ത്തി നിന്നു. സുനേത്ര ജോഷി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇനി നിന്റെ നിലനിൽപ്പ്. നീ നോർമൽ അല്ലെന്ന് അവൾ വിധിച്ചാൽ നിന്റെ കാര്യം അവതാളത്തിലാവും. അതുകൊണ്ട് ഇവിടെ നിന്റെ സ്ഥാനം സുരക്ഷിതമാണെന്ന് കരുതേണ്ട. എന്നെ കബളിപ്പിച്ചുകൊണ്ട് നീങ്ങിയാൽ നഷ്ടം നിനക്കു തന്നെ. ഫെമിഷയെ നിനക്ക് ലഭിക്കില്ലെന്ന് മാത്രമല്ല, മാന്യമായ ജോലിയും നഷ്ടപ്പെടും. നീ പിന്നെയും ചരക്കു കപ്പലിൽ നടുവൊടിയുന്ന ജോലി ചെയ്ത് ഹൈദ്രോസ് മരക്കാരുടെ കാൽക്കീഴിൽ കഴിയേണ്ടി വരും. നീ മരക്കാറുമായി ഏറ്റുമുട്ടിയ കഥ ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെയും നിന്റെ സ്ഥാനം നഷ്ടമാണെന്ന് ചുരുക്കം. ഇനി ഇവിടം വിട്ടാൽ മറ്റെങ്ങോട്ടും പോകാനില്ലെന്ന് ചുരുക്കം. ഒട്ടൊരു സന്തോഷത്തോടെ മുഹമ്മദ് അൽ ഹുസൈൻ പറഞ്ഞു. അവിനാശ് ഞെട്ടലോടെ അയാളെ നോക്കി. എന്റെ മുന്നിൽ വീറും വാശിയും ഒന്നും കാണിച്ചതുകൊണ്ട് പ്രയോജനമില്ല. എന്നെ എതിർക്കാൻ ശ്രമിച്ചാൽ നിന്റെ നാശം അടുത്തെന്ന് കണക്കാക്കിയാൽ മതി. അതനുസരിച്ച് നീങ്ങിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിനു നീ ഒരുക്കമാണോ? അയാൾ ചോദിച്ചു. ഞാൻ തയ്യാറാണ്. അവിനാശ് പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞു. നല്ലത്. ഇനി അമീർ അബ്ബാസ് ഇവിടെ വന്ന് നിന്നോട് സംസാരിച്ചത് എന്തായിരുന്നുവെന്ന് പറയുക, മുഹമ്മദ് അൽ ഹുസൈൻ ആവശ്യപ്പെട്ടു. അവിനാശ് പരിങ്ങി. അയാൾ കടുപ്പിച്ചു നോക്കി. ഒമർ ജഹാംഗീർ ബാബ കൽക്കത്തയിലാണുള്ളത്. 2 നാൾക്കകം ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ അമീർ അബ്ബാസിനോടൊപ്പം അയാളെ കാണാൻ ഞാനും പോവും, അവിനാശ് തുറന്നു പറഞ്ഞു. അതു കേട്ട് മുഹമ്മദ് അൽ ഹുസൈൻ ശിരസിളക്കി. ഇനിയൊക്കെ എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാവും നിന്റെ നീക്കങ്ങൾ, മുഹമ്മദ് അൽ ഹുസൈൻ അറിയിച്ചു. ശരി, ധൈര്യമായി നീങ്ങിക്കോളൂ. സുനേത്ര ജോഷി നല്ല ഡോക്ടറാണ്. അവൾ നിന്നെ കുഴപ്പത്തിലേക്കൊന്നും നയിക്കില്ല, അയാൾ അറിയിച്ചു. അവിനാശ് മൂളി. എനിക്ക് ഫെമിഷയെ കാണണം. അവിനാശ് തന്റെ ആവശ്യം വ്യക്തമാക്കി. സമയമാവട്ടെ, ധൃതി കൂട്ടാതെ. അയാൾ അതും പറഞ്ഞു നീങ്ങി. അവിനാശ് ദേഷ്യം കടിച്ചമർത്തി. ഇയാൾ തന്നെ ചതിച്ചേക്കും. എല്ലാ വിവരങ്ങളും തന്നിൽ നിന്നും ചോർത്തിയെടുത്ത ശേഷം അയാൾ തന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചേക്കും. ഫെമിഷയെ ഇർഷാദിന് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് പാടില്ല. വേണ്ടത് ഉടൻ ചെയ്യണം. അടുത്ത ഭാഗം നാളെ.